നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. മുംബൈ സിറ്റി FC വേഴ്സസ് ATK മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. ആ മത്സരത്തിൽ 2 ഗോളുകൾക്ക് മുംബൈ സിറ്റി FC വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. മോഹൻ ബഗാനാകട്ടെ 1 ഗോൾ മാത്രമാണ് തിരിച്ചടിക്കാൻ സാധിച്ചത്. ആദ്യം തന്നെ മോഹൻ ബഗാനായിരുന്നു ലീഡ് എടുത്തത്. ജെയ്സൺ കുമിൻസിലൂടെ 25-ാം മിനിറ്റിലായിരുന്നു മോഹൻ ബഗാൻ ലീഡ് നേടിയത്. അതിനുശേഷം മുംബൈ സിറ്റി FC തിരിച്ച് 2 ഗോളുകൾ അടിച്ച് വിജയം കരസ്ഥമാക്കുക തന്നെയായിരുന്നു. എന്തായാലും ഗ്രേഗ് സ്റ്റുവർട്ടും അതേപോലെ തന്നെ ബിബിനുമാണ് മുംബൈ സിറ്റി FCക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. ഇന്നലത്തെ മത്സരത്തിൽ ഫുൾ അടിപിടി എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. എന്തായാലും 7 റെഡ് കാർഡ് കണ്ട മത്സരമാണ് ഇന്നലത്തെ. ആകാശ് മിശ്ര, ഗ്രേഗ് സ്റ്റുവർട്ട്, വിക്രം പ്രതാപ്, രാഹുൽ ബേക്കെ എന്നിവർക്കാണ് മുംബൈ സിറ്റി FCയിൽ നിന്ന് റെഡ് കാർഡ് കിട്ടിയിരിക്കുന്നത്. മോഹൻ ബഗാൻ താരങ്ങൾക്ക് 3 പേർക്കും റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആശിഷിനും ലിസ്റ്റൻ കൊളോസോയ്ക്കും യുസ്ത എന്ന് പറയുന്ന താരത്തിനുമാണ് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നത്. എന്തായാലും 3 റെഡ് കാർഡ് മത്സരത്തിന് ശേഷമായിരുന്നു കൊടുത്തിരിക്കുന്നത് റഫറി. എന്തായാലും ഇന്നലത്തെ മത്സരത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായ അൽവാരോ വാസ്കിസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ മടങ്ങി വരുന്നു. അൽവാരോ വാസ്കിസ് തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അൽവാരോയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ മൊത്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിലിട്ട് ട്രെയിനിങ് ആരംഭിച്ച വിവരം അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ 2024 നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അൽവാരോ വാസ്കിസ് അതിൻ്റെ അടിയിൽ ഒരു ചെറിയ കുറിപ്പായിട്ട് എഴുതിയിട്ടുമുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ ഇപ്പോൾ അൽവാരോ വാസ്കിസ് 5-6 സ്റ്റോറി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 2024 എന്താണ് വേണ്ടതെന്ന ചോദ്യത്തിന് ആരാധകർ എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുമെന്ന് അൽവാരോ വാസ്കിസ് പറയുമെന്നറിയാം. അതുകൊണ്ട് തന്നെ അൽവാരോ വാസ്കിസ് ഇട്ട ചോദ്യം തന്നെ ആയിരിക്കണം. എന്തായാലും അൽവാരോ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരാൻ പോകുന്നുവെന്ന് നമുക്കിപ്പോൾ 99% കൺഫേം ആയിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.